അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടുമുറ്റത്ത് അഗ്ലോണിമ ചെടികൾ കൊണ്ട് മനോഹരമായ ഒരു തോട്ടുണ്ടാക്കിയെടുക്കാം. കളർഫുള്ളായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഗാർഡനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ചെടിയാണ് അഗ്ലോണിമ പ്ലാന്റുകൾ. പല തരത്തിലുള്ള കളറിൽ പല ആകൃതിയിലുള്ള ലീഫുകളാൽ വളരെ ഭംഗിയുള്ള ചെടികളാണ് അഗ്ലോണിമ. അഗ്ലോണിമ ചെടിയിൽ ഏറ്റവും ഭംഗി കൂടിയ ഒരു ചെടി തന്നെയാണ് സ്റ്റാർ ഡസ്റ്റ്. നല്ല റെഡ് കളർ കയറി വരുന്ന ഹെൽത്തിയായ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. പിന്നെയുള്ളത് പിങ്ക് വാലന്റൈനും റെഡ് വാലന്റൈനും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ. പിന്നെയുള്ളത് പീക്കോക്കിൻ്റെ കലാത്തിയാണ്. ഇത് വലിയ പോട്ടിൽ തിങ്ങി നിൽക്കുന്ന പ്ലാന്റാണ്. ഒട്ടനവധി പ്ലാന്റുകൾ ഇതിലുണ്ട്. ഇത് ഫ്രോസൻ്റെ ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതാ റെഡിൻ്റെ പ്ലാന്റാണ്. ജയ്പോങ് റെഡാണ്. ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് ഈ ഒരു നാരോ ലീഫിൽ യെല്ലോയും ഗ്രീനും കൂടെ ചേർന്ന ഭംഗിയുള്ള ഈ ഒരു അഗ്ലോണിമ ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചെടി ചോദിച്ചവരുണ്ടായിരുന്നു. ഇതും വളരെ കുറഞ്ഞ തൈകൾ കയ്യിലുണ്ട്. പിന്നെയുള്ളത് പിങ്ക് ഡയമണ്ടിൻ്റെ വലിയ പ്ലാന്റുകളാണ്. ഹെൽത്തിയായ ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിന് റെഡിയാണ്. ഇതൊക്കെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇതും വലിയ മദർ പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് ഗ്രീൻ ഫ്രോസൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. എല്ലാ ചെടികളും ഒരു ചട്ടിയിലേക്ക് നന്നായി ബുഷിയായി നിൽക്കാൻ പോകുന്ന വലുപ്പമുള്ള ചെടികളാണ്. ഇത് റെഡ് വാലന്റൈൻ്റെ പ്ലാന്റാണ്. ഇതും അതുപോലെ തന്നെ വലിയ പ്ലാന്റാണ്. ഇനിയുള്ളത് വൈറ്റ് ക്യാൻഡിയുടെ ഹെൽത്തിയായ പ്ലാന്റാണ്. അതിനുശേഷം നമ്മൾ റെഡ് എമറാൾഡ് പ്ലാന്റാണ് കാണുന്നത്. പിന്നെയുള്ളത് പിങ്ക് സ്പ്ലാഷിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ ബ്ലാക്ക് പാന്തറിൻ്റെ നല്ലൊരു വലുപ്പമുള്ള പ്ലാന്റാണിത്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇതും അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെയുള്ളത് നമ്മുടെ ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ഭംഗിയുണ്ട്, യെല്ലോ ഡോട്ടുകളൊക്കെ ആയിട്ടുള്ളതാണ്. ഇത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റാണ്. പിന്നെ നമ്മുടെ പിങ്ക് ഡാൽമേഷ്യൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. കാണിച്ച എല്ലാ ചെടികളുടെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്ലാന്റുകളും ഹെൽത്തിയാണ്, വലുപ്പവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്ലാന്റുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഏത് ചെടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയാണെങ്കിൽ വളരെ സുഖമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആന്തൂറിയം ചെടികളും സെയിൽ ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡും മിനിയേച്ചറും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വേണ്ടവർ അതിൻ്റെ പിക്ചർ അയച്ചു തരാം. DTDC കൊറിയർ സർവീസ് വഴിയും അതുപോലെ സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മളിപ്പോൾ ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ കൊറിയർ ഓഫീസിൽ പോയിട്ട് ചെടികൾ വാങ്ങാൻ കഴിയാത്തവർക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അവർ വീട്ടിൽ തന്നെ എത്തിച്ചു കൊടുക്കും. ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ടുള്ള മിനിയേച്ചർ ആന്തൂറിയാണിത്. തിക്കായിട്ടുള്ള ഈ ഒരു പോട്ടിനാണ് ഈ ഒരു റേറ്റ്. പിന്നെ ഒരു വെറൈറ്റി പ്ലാന്റാണ് ഇത്. ഇതും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെടികളുള്ളത്. നിങ്ങൾ കുറച്ചുകൂടെ പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.